കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ കേരളം മുഴുവൻ ചർച്ചയായ ഒരു വീഡിയോ ദൃശ്യമുണ്ട്. അത് ഈ സ്വന്തം അമ്മയും അച്ഛനും അത് ഒഴിപ്പിക്കൽ നടപടിക്കിടെ അവർ ഈ ദേഹത്ത് പെട്രോൾ ഒഴിച്ചിരുന്നു. പക്ഷേ ഈ പോലീസുകാരുടെ പിടിവലിക്കിടെയൊക്കെ അവർക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം. സാർ അനുവദിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മരണം മാത്രം മതി. മറ്റൊന്നും നമുക്കിനി വേണ്ട. സാറേ അടുക്കരുത്, അടുത്ത കൈ സാറേ അടുക്കരുത്, പറഞ്ഞത് നമുക്ക് വേറെ ജീവിതമല്ലേ ഇനി. അതിനുശേഷം ഒരു ചെറിയ കുട്ടി അവൻ അമ്മയും അച്ഛനെയും അടക്കാൻ വേണ്ടി ഒരു വിവാദ ഭൂമിയിൽ കുഴിയെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നിങ്ങളെല്ലാരും കൂടെയാണ് കൊന്നത്, എന്റെ അച്ഛനെ അമ്മയും നിങ്ങളെല്ലാരും കൊന്നത്. ഇത് അടക്കാനും പറ്റൂലെന്ന് ഈ കാണുന്നതാണ് അതിയന്നൂർ സ്വദേശിയായിട്ടുള്ള രാജന്റെയും അമ്പിളിയുടെയും അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലം. ഈ സ്ഥലത്തെ ചൊല്ലി, അതായത് അവർ ജീവൻ കൊടുത്തിട്ടും ഇത്ര സമയം കഴിഞ്ഞിട്ടും അതിനകത്തൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അന്ന് ഈ കുഴിയെടുത്ത അതേ മകൻ തന്നെ ഈ കല്ലറ പൊളിക്കാൻ ഒരുങ്ങുന്നു. ഈ രഞ്ജിത്തായിരുന്നു അന്ന് ഈ ഇത് മൃതദേഹം അടക്കാൻ വേണ്ടി കുഴിയെടുക്കാനൊക്കെ. രഞ്ജിത്ത്, ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്ക് കോടതിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കോടതി എന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കോടതി. അപ്പൊ എന്റെ അമ്മയച്ഛനെ മരിച്ചത് നിങ്ങളെല്ലാരും ഒന്ന് കണ്ടാണ്. ആ പോലീസുകാരൻ ലേറ്റർ കെട്ടിയത്, എന്നിട്ട് ആ പോലീസുകാരന്റെ പേരിൽ എന്ത് നടപടിയെടുത്ത്? ഇവിടത്തെ നിയമം എന്താണ്? അതെല്ലാം പോട്ടെ, എന്നിട്ട് സ്വന്തം അമ്മയച്ഛനും ഇല്ല ഈ കോടതി കണ്ടോണ്ടിരിക്കുന്നത്. കോടതി പാവങ്ങളെ സഹായിക്കാനുള്ളതാണ് കോടതി. എന്നിട്ട് ഈ കോടതി എനിക്ക് ഈ സ്ഥലം തന്ന അമ്മയച്ഛനും ഇല്ലാത്ത മോന് ഈ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്ത. കോളനി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥലമാണ്. സർക്കാർ സ്ഥലം പാവങ്ങൾക്കുള്ളതാണ്. എന്നിട്ട് അവരെന്ത്? കോടതി അവരുടേതാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്താ മക്കളെ ചെയ്യാൻ പോകുന്നത്? എന്താ ഇവിടെ എന്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് ഞാനാണ് ഇവിടെ എന്റെ അപ്പനെ അമ്മയെ അടക്കിയത്. അപ്പൊ എന്റെ അപ്പനെ അമ്മയെ ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്കുക. അവരുള്ളത് എന്റെ മനസ്സിലാണ്, അല്ലാതെ ഈ കല്ലറയിലോ തേങ്ങയിലോ ഒന്നും അല്ല. ഈ സ്ഥലം എനിക്ക് വേണ്ടതാണ്. നമ്മൾ ഈ സർക്കാരൊക്കെ ഒരുപാട് സഹായമൊക്കെ നമുക്ക് പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ തന്ന പൈസ ഇവിടെ ഇരിപ്പുണ്ട്, ബാങ്കിൽ ഇട്ടിയെന്ന പൈസ ഇരിപ്പുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇതിനെ എത്തിച്ചു കളഞ്ഞോളാം. എനിക്ക് വേണ്ട സർക്കാരൊന്നും ഒരു തേങ്ങയും വേണ്ട. സ്വന്തം അപ്പനെ അമ്മേനെയും കൊന്നവന്റെ പേരിൽ വലിയ നടപടി എടുത്ത ഈ നടക്കാത്ത യവന്മാർ എന്തിനു നടക്കണത്? സർക്കാരിനോട് എന്തെങ്കിലും പരാതി വല്ലതും ഉണ്ടോ? സർക്കാരിന്റെ അടുത്ത് പരാതി ഇല്ല. എനിക്ക് ജനങ്ങളുടെ അടുത്താണ് പരാതിയുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി വോട്ടിട്ട് ജയിപ്പിക്കണതാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോഴ് വോട്ടിടുമ്പോ ഇതേപോലെ മണ്ടന്മാർക്ക് വോട്ടിടല്ല, അത്രേ ഉള്ളൂ. പരാതികൾ സർക്കാരിന് മുമ്പിലേക്ക് വെക്കാനുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെയുള്ള ഒരുത്തനെ എനിക്ക് ഇഷ്ടമില്ല. സർക്കാരെന്ന് പറയുന്ന സംഭവം എനിക്ക് ഇഷ്ടമില്ല. അത് അവന്മാരെ കീശ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവന്മാരുണ്ടാക്കിയ ഒരു സമ്പ്രദായം സർക്കാർ.